പൊളിറ്റിക്കൽ ഇസ്ലാമിന് ലോകത്ത് ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സുപ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഈ നസറുള്ള മരിച്ചുപോയത്, അദ്ദേഹത്തെ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടത്. ഇവർ വിവിധ ഇടങ്ങളിൽ ഈ ജനത, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ അയ്യോ നമ്മുടെ നേതാവ് മരിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വല്ലാത്ത പരിഭ്രാന്തി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പാണല്ലോ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഈ ഹിസ്ബുള്ള കൂടാതെ മറ്റ് ആ പ്രദേശത്ത് നിലനിൽക്കുന്ന മറ്റ് അംഗങ്ങൾ, ഇവരുമായിട്ട് വിയോജിച്ച് നിൽക്കുന്ന മറ്റ് ചില തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാവരും കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഒന്നിച്ചുകൂടി ഈ ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണം എന്നാണ് ആഹ്വാനങ്ങളൊക്കെ ഇപ്പോൾ വരുന്നത്. ഇതിൽ പറയുന്നത് ഈ ഹിസ്ബുള്ളയുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇപ്പോഴും ഇസ്രായേലിന് നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിപ്പോഴും വളരെ ഒന്നും സംഭവിക്കാതെ ഭദ്രമായിട്ട് തന്നെ തുടരുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ? ഇപ്പം നമ്മളെ കേരളത്തിലും ആയിക്കോട്ടെ ചില ആളുകളൊക്കെ നിലവിളി കൂട്ടുന്നുണ്ട്. ഈ തലവൻ മരിച്ചതിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്, ദുഃഖാചരണമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ ഇറാനിലൊക്കെ ദുഃഖാചരണങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ടെഹ്റാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ സംഭവം നടക്കുന്നുണ്ട്. അപ്പം കേരളത്തിലും അവിടെയാണ് ആ ഒരു ഫുൾ സ്റ്റോപ്പ്. അതാണ് നമ്മുടെ ചോദ്യം. സന്ദീപ് വാര്യർ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ കണ്ടായിരുന്നു. പൂക്കളെയും ചിത്രശലഭങ്ങളെയും സ്നേഹിച്ചവൻ, ഇങ്ങനെയാണ് നസറുള്ളയുടെ ഫോട്ടോ ഇട്ടിട്ട് സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് ആലോചിക്കുകയായിരുന്നു. അദ്ദേഹമൊക്കെ തമാശ കളിയാക്കിയിട്ടതാണ്. പക്ഷെ ഞാനപ്പോൾ ആലോചിച്ചത്, പൂക്കളെയും ചിത്രശലഭങ്ങളെയും സ്നേഹിക്കാൻ അറിയാവുന്നവനും മനുഷ്യനെ സ്നേഹിക്കാൻ അറിയാതെ പോയല്ലോ എന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. ശരിയാണ്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിക ഗ്രൂപ്പുകൾ അവർ നസറുള്ളയുടെ മരണത്തെ വലിയ രീതിയിൽ, നമ്മുടെ വീട്ടിലെ ഒരു വലിയച്ഛനോ ഒരു മൂത്ത ഒരു കാരണവർ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹൃദയഭേദകമായ ഒരു വേദനയുണ്ടല്ലോ, കരയാനും വയ്യ, കരയാതിരിക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. ആ ഒരു സമയത്തെയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് പറഞ്ഞാൽ മീഡിയ വൺ ചാനൽ അവരുടെ അടുപ്പ് കൂട്ടി ചർച്ച, അവർക്ക് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയണമെന്നുണ്ട്. കരയാൻ പറ്റും. അപ്പോൾ നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം അവരുടെ തല തൊട്ടപ്പനാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഒരു വിഷമം, അവർക്കുണ്ടാകുന്ന ഒരു സങ്കടം, അതിൽ നമ്മളും പങ്കുചേരുന്നു എന്ന് മാത്രമേ നമുക്കും പറയാൻ കഴിയൂ. പക്ഷേ മീഡിയ വൺ പറയുന്നത് ഇസ്രായേൽ ഒന്നും അല്ല, അതായത് കണ്ടിരിക്കുന്നു ഹിസ്ബുള്ളയുടെ അടുത്തൊന്നും ഇസ്രായേൽ ഒന്നുമല്ല. ഹിസ്ബുള്ളയുടെ ഒരു രോമത്തിൽ തൊടാനേ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഭാഗങ്ങൾ ഇനിയും കിടക്കുകയാണ്. അപ്പോൾ ആ ലെവലിലേക്കാണ് മീഡിയ വണ്ണിൻ്റെ ചർച്ച പോകുന്നത്. അപ്പോൾ പലപ്പോഴും മീഡിയ വൺ ഈ ഇസ്രായേലിലെ ജനങ്ങളെ കാണാതെ, അവരുടെ സങ്കടങ്ങൾ കാണാതെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി, അതായത് ലോകത്തെ തീവ്രവാദ ശക്തികളാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്, അല്ലാതെ പരിശുദ്ധമായ മനുഷ്യ നന്മയുള്ള, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യത്വം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു സായുധ സംഘടനയൊന്നും അല്ല ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയും ഹമാസും ഇറാനും എന്നൊക്കെ പറയുന്നത് അവരുടെ മത ആചാരങ്ങൾ അടിച്ചമർത്തി ജനങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവരുടെ, നേരത്തെ പറഞ്ഞൊരു വാക്ക്, നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരെ പുകഴ്ത്തി പറയുന്നതിലൂടെ മീഡിയ വണ്ണിന് കിട്ടുന്ന ഒരു ആനന്ദം, മീഡിയ വണ്ണിന് മാത്രമല്ല ഈ ഹിസ്ബുള്ളയുടെ കേരള ഘടകമുണ്ട്. കാരണം അവർക്ക് വേണ്ടി മാത്രം ഹമേനിയുടെ ചിത്രം വെച്ചുകൊണ്ട്, അതെ, ഹമേനിയാണ് കേരളത്തിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പോയൊരു ആലുവയിലെ ഒരു ഓട്ടോക്കാരൻ, അദ്ദേഹത്തെ പിന്നീട് പൊക്കിയൊന്നും അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കാണും. എന്തായാലും അത്തരത്തിൽ ഈ കേരള ഘടകവും ഒക്കെ ഇങ്ങനെ കരഞ്ഞു മെഴുകുകയാണ്. ഹസൻ നസറുള്ള പോയേ, ഞങ്ങളുടെ നേതാവ് പോയേ, ഇസ്രായേലിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം അവർ പറയുന്നത് 1.3 ലക്ഷം റോക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ട് എന്നാണ്. 1 ലക്ഷം സായുധ പോരാളികളാണ്, തീവ്രവാദികളല്ല, സായുധ പോരാളികൾ. ഇസ്രായേലുള്ളതെല്ലാം പിന്നെ തീവ്രവാദികൾ, ഇവരൊക്കെ പോരാളികളാണ്, സായുധ പോരാളികൾ അവർക്കുണ്ട്. വിപ്ലവകാരികൾ 40 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാവുന്ന മിസൈലുകൾ, 600 മിസൈലുകൾ, റോക്കറ്റുകൾ ഇവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും, അതായത് ഇവരുടെ ഒരു കല്ലിളക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. വലിയൊരു പാറയുടെ ഏറ്റവും താഴത്തെ ഒരു കല്ലാണ്
ഹസൻ നസറുള്ള അത് ഇളക്കാൻ മാത്രമേ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മുകളിൽ കാരണം പുതിയ ആളെ ഇനി തിരഞ്ഞെടുക്കും. അത് അതെ അറ്റം മാത്രമേ ഇവർക്ക് തൊടാൻ കഴിഞ്ഞുള്ളൂ. ഇനി നസറുള്ളയ്ക്ക് പിൻഗാമിയായി പുതിയൊരാൾ വരും. ആ ആളുകളെയൊക്കെ കൂട്ടി വീണ്ടും ഇസ്രായേലിനെതിരെ യുദ്ധം ആരംഭിക്കും. ഇപ്പോൾ ഹൂത്തികൾ ഈ ഹിസ്ബുള്ളയെ തൊട്ടത് കൊണ്ട് വെറുതെ ഇരിക്കുന്നില്ല. അവരും പുതിയ പദ്ധതികൾ ആലോചിക്കുന്നത്. ഇസ്രായേൽ ഒന്ന് വിചാരിച്ചാൽ ഹിസ്ബുള്ളയെ അപ്പോ ഇപ്പൊ ഓരോ ചാനലിലും ഓരോ രാഷ്ട്രീയത്തിലേക്ക് നമുക്കിപ്പോ ജനം TV ഭയങ്കരമായി ഇത് ആഘോഷിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിന്റെ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഹിസ്ബുള്ളയും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ മനുഷ്യത്വമുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും ആഘോഷിക്കുകയാണ്. ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഹമാസിന്റെയും ഒക്കെ പതനം. കാരണം ജനങ്ങൾക്ക് സംരക്ഷണം വേണം. തീവ്രവാദികൾ കൊല ചെയ്യപ്പെടുന്നതിലാണ് നമ്മൾ ഇവിടെ സന്തോഷിക്കുന്നത്. അത് ഒരിക്കലും ചില നികൃഷ്ട ജീവികൾ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. ഇത് മുസ്ലിം വിരുദ്ധമാണ്, ഇത് ഇസ്ലാമോഫോബിയാണ് എന്നൊക്കെ നടക്കുന്നതൊക്കെ. അതങ്ങനെയല്ല. സുഡാപ്പികൾ അങ്ങനെയല്ല. തീവ്രവാദത്തെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ തീവ്രവാദികൾക്ക് കഴിയും. അവിടുത്തെ യുവജനങ്ങളെയാണ് ഇവർ കൂടുതൽ ഈ റിക്രൂട്ട് ചെയ്യുക. നമ്മൾ കേട്ടിട്ടില്ല ഇവിടെ നിന്നൊക്കെ പലരും പോയി കഴിഞ്ഞാൽ പിന്നെ പലരെയും നമ്മൾ കാണുന്നില്ല. ഇവർക്ക് എവിടെ പോയി എന്നുള്ളൊരു ജസ്ന പോയി എവിടെയാണ് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? നിമിഷ ഫാത്തിമ സിറിയയിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ കൊണ്ടുപോയ ഭർത്താവെന്ന് പറയുന്നവൻ മരിച്ചു. പിന്നീട് പിന്നെ മറ്റൊരാളിൻ്റെ ഭാര്യയായി എന്ന് പറയുന്നു. അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നു. ഇന്ത്യ പറയുന്നു ഒരിക്കൽ തീവ്രവാദ ആയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്നു. അഖില ഖാദിയ ഇപ്പോൾ കേരളത്തിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും രണ്ടാമത് വിവാഹിതയായി. പക്ഷെ മറ്റു വാർത്തകൾ വന്നത് അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ഈ കല്യാണം കഴിച്ച അയാളെ പിരിഞ്ഞിരിക്കുന്നു, ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു. രണ്ടാമത് വേറൊരാളെ കല്യാണം കഴിച്ചു. അത് ദിവസങ്ങൾക്ക് അകത്താണ് വേറൊരാളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയുമ്പോൾ അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യം, ഞാൻ അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫെമിനിസ്റ്റൊക്കെ കളിക്കാം. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പോയവരൊക്കെ എങ്ങോട്ടാണ് പോയത്? ഇവരൊക്കെ അവിടെ ചെന്ന് എന്താണ് ചെയ്യുന്നത്? ഇവരെയൊക്കെ ആരാണ് റിക്രൂട്ട് ചെയ്തത്? ഒരു ഭരിക്കുന്ന പാർട്ടിയിലുള്ള ഒരു നേതാവ് തന്നെ പറയുന്നുണ്ട്, പി ജയരാജൻ, കേരളം റിക്രൂട്ട്മെന്റ് ഹബ്ബായി മാറിയിരിക്കുന്നു എന്നുള്ളത്. നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിന് അത് മാറ്റി പറയേണ്ടി വന്നു. ഇപ്പോഴല്ല, അത് നേരത്തെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് തീവ്രവാദികൾ മരിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ നിലവിളിക്കുകയും കരയുകയും ഇങ്ങനെ മെഴുകുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു തീവ്രവാദ ശക്തികളെ അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലതുപക്ഷ ശക്തികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വാധീനം ലഭിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഇടത്, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഈ തീവ്രവാദ ശക്തികളെ ഒന്നും ചെയ്യാതെ അവരെ തഴുകി തലോടി വിമർശിക്കാതെ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ നിന്നു. ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പം ആരാണോ ഇവരെ എതിർക്കുന്നത് അവർക്കൊപ്പം, വലതുപക്ഷ ശക്തികളാണെങ്കിൽ അവർക്കൊപ്പം അണിചേരുക എന്ന ബോധ്യത്തിലേക്ക് ജനം എത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലടക്കം വലതുപക്ഷ ശക്തികൾക്കും അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള സ്വാധീനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിത് തമാശക്കാണ് പറയുന്നത്, തമാശക്കല്ല, വാർത്ത ഒരിക്കലും തമാശമല്ല. എങ്കിൽ പോലും മീഡിയ വണ്ണൊക്കെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നു എന്നൊക്കെ നമ്മൾ അടുപ്പൂട്ടി ചർച്ചയിലൊക്കെ അവർ ഈ നസറുള്ളയുടെ മരണത്തെയൊക്കെ അവർ വളരെ ദുഃഖപൂർവ്വമായി കാണുന്നു. നമ്മളത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുറച്ച് പേർ നസറുള്ളയ്ക്ക് വേണ്ടി കരയുമ്പോൾ പ്രതികാരം ഇപ്പം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ തിരിയാൻ ഒരു ശക്തി രൂപപ്പെട്ട് വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളം പോകുന്ന വഴി വേറെ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതിൻ്റെയും പ്രവർത്തിക്കേണ്ടതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കതൊന്നും എടുത്തു പറയാൻ കഴിയാത്തത് പല വിവാദങ്ങളിലേക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് മാത്രമേ ഈ തീവ്രവാദത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ആലോചിച്ച് പറഞ്ഞില്ലെങ്കിൽ പലരും അത് തെറ്റായി വ്യാഖ്യാനിച്ച് പല വിവാദങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കും. അതിൻ്റെ അതൊന്നും ആവശ്യകതയില്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഹസൻ നസറുള്ള അത്ര നല്ല വ്യക്തിയൊന്നുമല്ല.
എന്തായാലും ഗൗതം, ഈ തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി കരയുന്നവരുടെ കാര്യത്തിൽ നമ്മൾ ഗൗരവമല്ലാത്ത തമാശ രൂപേണയുള്ള ഒരു ചർച്ചയല്ല, വളരെ ഗൗരവപൂർവമായ ഒരു ചർച്ച. കാരണം നസറുള്ള എന്ന് പറയുന്നത് പിന്നെ ഒരു പരിശുദ്ധനായ ഒരു വ്യക്തിയൊന്നുമല്ല. അയാൾ ഈ ലോകത്തോട് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇവരുടെ ഈ കേരള ഘടകമൊക്കെ കരഞ്ഞു മെഴുകിയിട്ട് കാര്യമില്ല. ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയാൽ ഈ തീവ്രവാദ ശക്തികളെ അവർ ഇനി എത്ര വമ്പന്മാരായാലും അതിനെ തുടച്ചു നീക്കിയിട്ടേ അവസാനിപ്പിക്കും അവരുടെ യുദ്ധം എന്നുള്ളത്. ഏത് തലം വരെ പോയാലും തീവ്രവാദ ശക്തികളെ അവർ തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.